നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് മൊളാരിറ്റി, രണ്ട് മൊളാലിറ്റി, മൂന്ന് നോർമാലിറ്റി. നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് വൺ നമുക്ക് എടുക്കാം മൊളാരിറ്റി. നോട്ടേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ M. ഇതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നോർമാലിറ്റി. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്നിൽ മോളിക്കുലാർ മാസ് വരുമ്പോൾ ഇതിൽ ഇക്വലൻ്റ് മാസ് വരും. അപ്പോൾ മൊളാരിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് മൊളാരിറ്റി. ദെൻ നോർമാലിറ്റീൻ്റെ കേസാണെങ്കിൽ ഈ ഗ്രാം മോൾസിന് പകരം ഗ്രാം ഇക്വലൻസ് വരും. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഞാനൊരു ബൈനറി സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ രണ്ട് കമ്പോണൻ്റ് ഉണ്ടാവും. ഒന്ന് എയും വേറൊന്ന് ബിയും. അപ്പോൾ എനെ ഞാൻ സോൾവൻ്റ് ആയിട്ട് എടുക്കുകയാണ്, ബീനെ ഞാൻ സൊല്യൂട്ട് ആക്കിയിട്ട് എടുക്കുകയാണ്. സോ WB ആണ് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, MB ആണ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ആയിരിക്കും എന്ത്? നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട്. WB എന്ന് വെച്ചാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം, MB എന്ന് വെച്ചാൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം. ഇനി വോളിയം മില്ലി ലിറ്റർ ആണെങ്കിൽ ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ താഴെയാണ് സൊല്യൂഷൻ ഉള്ളത്, അതുകൊണ്ട് അത് മുകളിലേക്ക് പോകും. സോ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. M = W ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ V ഇൻ മില്ലി ലിറ്റർ. WB എന്ന് വെച്ചാൽ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് വെച്ചാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, MB എന്ന് വെച്ചാൽ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട്. സോ ഇതിൻ്റെ ന്യൂമറേറ്റർ ഗ്രാം മോള്, ഇതിൻ്റെ ന്യൂമറേറ്റർ ഗ്രാം ഇക്വലൻസ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. അപ്പോൾ ഗ്രാം മോൾസും ഗ്രാം ഇക്വലൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ മോളിക്കുലർ മാസിന് പകരം ഇക്വലൻ്റ് മാസ് വരും. ഞാൻ EB എന്ന് എഴുതുകയാണ് ഇക്വലൻ്റ് മാസിന്. ഇത് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്, ഇത് ഇക്വലൻ്റ് മാസ് ഓഫ് സൊല്യൂട്ട്. ദെൻ ബാക്കി സെയിം തന്നെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. അതായത് മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നാൽ 1000 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 1000 എൻ്റെ ഡിനോമിനേറ്ററിലുള്ളത് മുകളിലേക്ക് ഞാൻ കയറ്റി എഴുതിയേ ഉള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ഇത് പഠിച്ചു വെച്ചാലും മതി. നമ്മൾ സൊല്യൂട്ടിനെ ആദ്യം എന്താക്കുക? ഗ്രാം മോൾസ് ആക്കുക. എന്നിട്ട് സൊല്യൂഷൻ വോളിയം ഓഫ് സൊല്യൂഷൻ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ലിറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മൊളാരിറ്റി കിട്ടും. നോർമാലിറ്റി ആണെങ്കിൽ ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കാം. ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് മാസ്. ഇവിടെയാണെങ്കിൽ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ചെയ്ത് എന്ത് കിട്ടും? നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. ഓക്കെ, ജനറലി വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടെ എടുക്കും. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഇക്വലൻ്റ് മാസ് കണ്ടുപിടിക്കുക? അതാണ് നമുക്ക് അറിയേണ്ടത്. മോളിക്കുലർ മാസ് നമുക്കറിയാം, ഇക്വലൻ്റ് മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നെക്സ്റ്റ് ഇക്വലൻ്റ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്താൽ മതി. മോളിക്കുലർ മാസിനെ വാലൻസി വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ടിന് ഞാൻ MB എന്ന് കൊടുത്തു, ഇക്വലൻ്റ് മാസ് ഓഫ് സൊല്യൂട്ടിന് ഞാൻ EB എന്ന് കൊടുത്തു. MBനെ Z വെച്ച് വാലൻസി വെച്ച് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഇക്വലൻ്റ് മാസ് കിട്ടും. ഇനി വാലൻസി എങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാനൊരു ആസിഡ് എടുക്കുകയാണ്, HCl. ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഒരു ബേസ് എടുക്കുകയാണ്, ഹൈഡ്രോക്സിലുള്ളത്. ഇതിൻ്റെ വാലൻസി 1 ആണ്. CaOH ട്വൈസ്, ഇതിൻ്റെ വാലൻസി 2 ആണ്. H2SO4, ഇതിൻ്റെ വാലൻസി 2 ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊന്ന് അയോണൈസേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഒരു H+ വരും, വാലൻസി 1 ആണ്. ഇവിടെയാണെങ്കിൽ ഒരു OH- വരും, ഇവിടെയാണെങ്കിൽ 2 OH- കിട്ടും, ഇവിടെയാണെങ്കിൽ 2 H+ കിട്ടും. സോ ഒന്നെങ്കിൽ എത്ര H+ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും നോക്കുക, അല്ലെങ്കിൽ എത്ര OH- അയോണൈസേഷൻ സംഭവിക്കുകയാണെങ്കിൽ. ഇനി ഇതൊന്നല്ലാതെ സോൾട്ടിൻ്റെ കേസാണെങ്കിൽ NaCl, ഇതിൻ്റെ വാലൻസി 1 ആണ്. CaSO4, ഇതിൻ്റെ വാലൻസി 2 ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അയോൺസ് സോഡിയം ക്ലോറിനെ നോക്കുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ ചാർജ് പ്ലസ് ആണ്, ക്ലോറിൻ്റെ ചാർജ് മൈനസ് ആണ്. കാൽസ്യം സൾഫേറ്റ് എടുക്കുകയാണെങ്കിൽ കാൽസ്യത്തിൻ്റെ ചാർജ് 2+ ആണ്, അല്ലെങ്കിൽ SO4ൻ്റെ ചാർജ് 2- ആണ്. അപ്പോൾ എന്ത് നോക്കിയാൽ മതി എന്ന് വെച്ചാൽ
ടോട്ടൽ പോസിറ്റീവ് ചാർജ് നോക്കിയാൽ എന്തായിരിക്കും? വാലൻസി ആയിരിക്കും. കാൽസ്യം സൾഫേറ്റ് ടോട്ടൽ പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ ചാർജ് എത്രയാണ്? 2 വരാം. ഇനി കോമ്പിനേഷൻ വരികയാണെന്ന് വിചാരിച്ചോ, Na2CO3. ഇവിടെ 2 സോഡിയം അയോണുണ്ട്, ഒരു സോഡിയത്തിൻ്റെ പ്ലസ്, സോ വാലൻസി എന്ത് വരണം? 2 വരണം. കാരണം ടോട്ടൽ പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ 2 Na+ ഉണ്ട്, സോ 2+ ഉണ്ട്. ഇനി CO3 അല്ലെങ്കിൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ് നോക്കിയാൽ ഈക്വൽ ആയിരിക്കും, കാരണം ഇത് ന്യൂട്രലാണ്. CO3 ചാർജ് -2, സോ വാലൻസി 2. ഇതേപോലെ K2CO3 ആണ് എടുക്കുന്നതെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ ചാർജ് പ്ലസ് ആണ്, സോ 2 പൊട്ടാസ്യം വരുമ്പോൾ ടോട്ടൽ പോസിറ്റീവ് ചാർജ് 2+. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി, സോഡിയം ആണെങ്കിൽ ചാർജ് പ്ലസ് ആണ്, പൊട്ടാസ്യം ആണെങ്കിൽ ചാർജ് പ്ലസ് ആണ്, കാൽസ്യം ആണെങ്കിൽ 2+ ആണ്, Mg ആണെങ്കിൽ 2+ ആണ്, ദെൻ അലുമിനിയം ആണെങ്കിൽ 3+ ആണ്. സോ ഈ ഇത്രയും, അതായത് ഇനി നമുക്ക് ഹൈഡ്രജൻ ആണെങ്കിൽ പ്ലസ് ആണ്, OH ആണെങ്കിൽ മൈനസ് ആണ്. ഞാനൊരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. MgCl2, ഇതിൻ്റെ ടോട്ടൽ പോസിറ്റീവ് ചാർജ്, മഗ്നീഷ്യത്തിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ 2+, സോ ഇതിൻ്റെ വാലൻസി Z എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി കാൽസ്യം കാർബണേറ്റ്, കാൽസ്യത്തിൻ്റെ ചാർജ് 2+ ആണ്, സോ വാലൻസി എന്തായിരിക്കും? 2 ആയിരിക്കും. ദെൻ Ca3PO4 ട്വൈസ്, കാൽസ്യം ഫോസ്ഫേറ്റ്, 3 കാൽസ്യം ഉണ്ട്, ഒരു കാൽസ്യത്തിൻ്റെ ചാർജ് 2+ ആണ്, 3 കാൽസ്യം ഉണ്ടാകുമ്പോൾ 6, സോ ഇതിൻ്റെ വാലൻസി എന്തായിരിക്കും? 6 ആയിരിക്കും. ദെൻ അലുമിനിയം സൾഫേറ്റ് Al2SO4 ത്രൈസ്, 2 അലുമിനിയം ഉണ്ട്, ഒരു അലുമിനിയത്തിൻ്റെ ചാർജ് 3+ ആണ്, 2 അലുമിനിയം ആകുമ്പോൾ 6, സോ വാലൻസി 6 ആയിരിക്കും. അപ്പോൾ ഇക്വലൻ്റ് മാസ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. ഇപ്പോൾ അലുമിനിയം സൾഫേറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2 അലുമിനിയം 54, ദെൻ 64 96, ദെൻ 270 282 288, ദെൻ 54 വരുമ്പോൾ 342 ഡിവൈഡഡ് ബൈ, ഞാൻ എന്ത് ചെയ്യണം? വാലൻസിക്ക് എന്ത് കൊടുക്കണം? 6 കൊടുക്കണം. ഇങ്ങനെയാണ് എനിക്ക് ഈക്വൽ മാസ് കിട്ടുക. അപ്പോൾ എൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ നേരത്ത് എനിക്ക് ന്യൂമറേറ്ററിൽ വേണ്ടത് എന്താണ്? ഗ്രാം ഇക്വലൻസ് അല്ലേ? ഗ്രാം മോൾസിന് പകരം ഗ്രാം ഇക്വലൻസ് വേണം. അപ്പോൾ ഞാൻ ഗിവൺ മാസിനെ എന്ത് ചെയ്യണം? ഇക്വലൻ മാസ് വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. ഗ്രാം ഇക്വലൻസ് കിട്ടാൻ ഗിവൺ മാസിനെ ഇക്വലൻ മാസ് വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. ക്ലിയർ ആണ്? നോർമാലിറ്റീൻ്റെ കേസാണെങ്കിൽ ന്യൂമറേറ്ററിൽ ചേഞ്ചിൻ്റെ ഗ്രാം മോൾസിന് പകരം ഗ്രാം ഇക്വലൻസ്. സോ ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ബൈ ഇക്വലൻ മാസ്. ഇക്വലൻ മാസ് എന്ന് വെച്ചാൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. ഓക്കെ, ദെൻ ഞാൻ മൊളാരിറ്റി പറഞ്ഞു, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ടിനാണ് ഞാൻ ബി കൊടുത്തിരിക്കുന്നത്. ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. നോർമാലിറ്റി ആകുമ്പോൾ ഗിവൺ മാസ് ബൈ ഇക്വലൻ മാസ് അല്ലേ? അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ മൊളാരിറ്റി നോർമാലിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, മൊളാരിറ്റി ബൈ നോർമാലിറ്റി ചെയ്യുകയാണെങ്കിൽ W/MB/V ഡിവൈഡഡ് ബൈ W/EB/V. രണ്ടിൻ്റെയും ഡിനോമിനേറ്ററിൽ വോളിയം ഉണ്ട്, സോ കട്ടായി പോകും. ബാക്കി വരിക W/MB ഡിവൈഡഡ് ബൈ W/EB അല്ലേ? സോ ഇതിൽ WBയും Wയും കട്ടായി പോകും. ബാക്കി എന്ത് വരും എന്ന് വെച്ചാൽ EB ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ഇനി EB എന്ന് വെച്ചാൽ എന്താണ്? മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. അപ്പോൾ മൊളാരിറ്റി ഡിവൈഡഡ് ബൈ നോർമാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? 1 വാലൻസിയാണ്. ക്ലിയർ ആണ്? അപ്പോൾ ഞാൻ ഇത് പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യനിൽ മൊളാരിറ്റി മൊളാലിറ്റി എല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കും. അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിച്ചാൽ പിന്നെ നോർമാലിറ്റിക്ക് സമയം കളയേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇതിപ്പോൾ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു വാലൻസി ഈക്വൽ ടു നോർമാലിറ്റി. ഓക്കെ, ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. നോർമാലിറ്റി ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വാലൻസി. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസ് എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ 98 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. എൻ്റെ സൊല്യൂഷൻ 1 ലിറ്ററാണ്. അപ്പോൾ മൊളാരിറ്റി എന്താണെന്ന് വെച്ചാൽ 98 ഡിവൈഡഡ് ബൈ 98, അതാണ് നമ്പർ ഓഫ് മോൾസ്. ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ 1 ലിറ്റർ. അപ്പോൾ മൊളാരിറ്റി 1 കിട്ടും. ഇനി നോർമാലിറ്റി ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗിവൺ മാസ് 98 ഡിവൈഡഡ് ബൈ അതിൻ്റെ ഇക്വലൻ മാസ് 49 ആണ്. കാരണം വാലൻസി 2 ആയതുകൊണ്ട് 98/2 വരും. ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 വരും. മൊളാരിറ്റി 1 വരും, നോർമാലിറ്റി 2 വരും. അപ്പോൾ മൊളാരിറ്റി 1 കിട്ടിയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ വാലൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? നോർമാലിറ്റി കിട്ടും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഇക്വേഷൻ എഴുതി കൊടുക്കണം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. നോർമാലിറ്റീൻ്റെ കേസിൽ ഗ്രാം ഇക്വലൻസ്. ആ ഇക്വേഷൻ എഴുതി കൊടുക്കുക. ആൻസർ ചെയ്താൽ നേരത്തെ എന്ത് ചെയ്താൽ മതി? നോർമാലിറ്റിനെ മൊളാരിറ്റീൻ്റെ വാലൻസി ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്.
നെക്സ്റ്റ് ഞാൻ മൂന്നാമത്തെ ടേമിലേക്ക് പോവാണ്. മൊളാലിറ്റി എം. മൊളാലിറ്റി എന്ന് വെച്ചാൽ സ്മോൾ എം വെച്ച് ഡിനോട്ട് ചെയ്യാം. ദെൻ ഇതിൻ്റെ ന്യൂമറേറ്റർ മൊളാരിറ്റി പോലെ തന്നെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. വേണമെങ്കിൽ എഴുതാം നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം അല്ലെങ്കിൽ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ രണ്ട് കമ്പോണൻറ്റ് പറഞ്ഞു, എയും ഉണ്ട് എൻ്റെ കയ്യിൽ ബിയും ഉണ്ട്. ഇത് സോൾവെൻ്റ് ആണ്, ഇത് സൊല്യൂട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം WB ഡിവൈഡഡ് ബൈ MB എന്ന് വെച്ചാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം, ഇത് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം. ഇനി എനിക്ക് എ എന്ന് പറയുന്നതും ഗ്രാമിലാണെങ്കിൽ WA എന്ന് വെച്ചാൽ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ ഗ്രാമിലാണെങ്കിൽ കിലോഗ്രാം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 1000ൻ്റെ കൺവേർഷൻ. ഓക്കെ, ഡിവൈഡ് ബൈ 1000 ആയിരിക്കും. ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ബൈ 1000 മുകളിലേക്ക് വരും. സോ ഇങ്ങനെയും വേണമെങ്കിൽ ഇക്വേഷൻ ഉണ്ടാക്കാം. നേരത്തെ ഞാൻ വോളിയം ഇൻ മില്ലി ലിറ്റർ ആണെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു, WB × 1000 ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. ഇവിടെ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ ഗ്രാം. ഇങ്ങനെയും വേണമെങ്കിൽ ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സോൾവെൻ്റ് ആണ്, മറ്റൊരു സൊല്യൂഷനാണ്. അപ്പോൾ ചില കേസിൽ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടാണ് നമുക്ക് പ്രോബ്ലം ചോദിക്കുക, മൊളാരിറ്റി, നോർമാലിറ്റി, മൊളാലിറ്റി മൂന്നും കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടാവും, എന്താണെന്ന് വെച്ചാൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആ ഡെൻസിറ്റി വെച്ചിട്ട് വേണം നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. അതാണ് നമ്മുടെ എയിം. അതിനൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ആക്റ്റീവ് സൊല്യൂഷൻ ഓഫ് K2CO3 ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് 46 kg K2CO3 in 100 kg വാട്ടർ. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ റോന്ന് എഴുതിയ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഈസ് 1.46 kg/L. ഇനി ചില ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി തരാറുണ്ട്. ഞാൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി ആക്കാൻ ഞാൻ ആ കൺവേർഷൻ്റെ സമയത്ത് പറഞ്ഞായിരുന്നു, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ kg/m³ ഡെൻസിറ്റി കിട്ടും. മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ നിങ്ങൾക്കറിയാം, 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്ററാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എൻ്റെ സൊല്യൂട്ട് എന്ന് പറയുന്നത് K2CO3 ആണ്, സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. സൊല്യൂട്ടിൻ്റെ എമൗണ്ടും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സോൾവെൻറ്റിൻ്റെ എമൗണ്ടും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, സൊല്യൂഷൻ കിട്ടും. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഗിവൺ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 146 kg ആണ്. ഓക്കെ, എൻ്റെ മാസ് ഓഫ് സൊല്യൂഷൻ 146 kg ആണ്. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1.46 kg/L. മാസ് ഓഫ് സൊല്യൂഷൻ അറിയാം, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. കാരണം മാസ് ബൈ വോളിയം ചെയ്താൽ ഡെൻസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ വോളിയം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, മാസ് ബൈ ഡെൻസിറ്റി ചെയ്താൽ മതി. സോ വോളിയം ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു 146 ഡിവൈഡഡ് ബൈ 1.46. ഇതിൽ നിങ്ങൾക്കൊരു കാര്യം നോക്കിയാൽ മതി, ഇത് കിലോഗ്രാമിലാണ്, ഡെൻസിറ്റി തന്നിരിക്കുന്ന യൂണിറ്റ് kg/L. കിലോഗ്രാമും കട്ടാവും, അപ്പോൾ ലിറ്റർ മുകളിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, 100 ലിറ്റർ. ഓക്കെ, ഈ യൂണിറ്റിന് തന്നിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വെച്ച് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കിലോഗ്രാമും കട്ടാവും, എനിക്ക് കിട്ടുന്നത് 100 ലിറ്ററാണ്. എനിക്ക് മൊളാരിറ്റീൻ്റെ ഡെഫിനേഷൻ പ്രകാരം അല്ലെങ്കിൽ നോർമാലിറ്റീൻ്റെ ഡെഫിനേഷൻ പ്രകാരം എനിക്ക് വേണ്ടത് വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്ററാണ്. സോ ഇനി കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദെൻ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട്. മൊളാരിറ്റി ഞാൻ M ആണ് കൊടുത്തിരിക്കുന്നത്. M എന്ന് വെച്ചാൽ എനിക്കറിയാം നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ഞാൻ പറഞ്ഞു ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് എന്തിൽ വരണം, ഗ്രാമിൽ വരണം. ഇവിടെ എൻ്റെ സൊല്യൂട്ട് എന്ന് പറയുന്നത് K2CO3 ആണ്, അതെന്തിലാണ് നിൽക്കുന്നത്, കിലോഗ്രാമിലാണ്. സോ ഗിവൺ മാസ് 46 × 10⁻³ ഇനി മോളിക്കുലർ മാസ് 2 പൊട്ടാസ്യം ഉണ്ട്, സോ 78, കാർബൺ 12, 3 ഓക്സിജൻ 48, സോ 90 + 48 138 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ 100. ഓക്കെ, സോ 46ഉം 138ഉം കട്ടാവും, 1/3 വരും. ദെൻ ഈ 10⁻³ 100ഉം കട്ടായാൽ 10. സോ ആൻസർ വരിക 10/3 എന്ന് വെച്ചാൽ 3.33. ഇതാണ് എൻ്റെ മൊളാരിറ്റി. ഇനി നോർമാലിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഇക്വേഷൻ എഴുതി കൊടുക്കുക, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, മൊളാരിറ്റീനെ വാലൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആകെ 5 മാർക്കേ ഉള്ളൂ. സോ വീണ്ടും ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് സമയം കളയണമെന്നില്ല, മൊളാരിറ്റീനെ വാലൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 3.33 ഇൻറ്റു നോക്കിക്കേ, പൊട്ടാസ്യം കാർബണേറ്റ് ആണ്, 2 പൊട്ടാസ്യം ഉണ്ട്, പൊട്ടാസ്യത്തിൻ്റെ ചാർജ് +1. സോ 2 പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് 2, 3.33 × 2 എന്ന് പറയുമ്പോൾ 6.66. ഇതാണ് എൻ്റെ നോർമാലിറ്റി. ഇനി എനിക്ക് മൊളാലിറ്റിയിലേക്ക് വരാം. ന്യൂമറേറ്റർ സെയിം തന്നെ, 46 × 10⁻³ ഡിവൈഡഡ് ബൈ 138, അതായത് ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ഇതാണ് എന്ത്, നമ്പർ ഓഫ് ഗ്രാം മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ
കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. എൻ്റെ സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. വാട്ടർ തന്നിരിക്കുന്നത് കിലോഗ്രാമിൽ തന്നെയാണ്. സോ എന്ത് കൊടുക്കാം? 100 തന്നെ കൊടുക്കാം. സെയിം കാൽക്കുലേഷൻ തന്നെയാണ്. 100ഉം 10³ കട്ട് ചെയ്താൽ 10 ഉണ്ടാവും. 46 1/38 3 ഉണ്ടാവും. സോ ആൻസർ 3.33. ഇതിനാണ് 5 മാർക്ക്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ മൊളാരിറ്റി, നോർമാലിറ്റി, മൊളാലിറ്റി. ഓക്കെ, മൊളാരിറ്റിൻ്റെയും മൊളാലിറ്റീൻ്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. മൊളാരിറ്റീൻ്റെയും നോർമാലിറ്റീൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. ദെൻ ഇതൊന്ന് ഓർത്താൽ മതി. നോർമാലിറ്റി കണ്ടുപിടിക്കാൻ മൊളാരിറ്റീനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? വാലൻസി ഉണ്ട്. വാലൻസി കണ്ടുപിടിക്കാനുള്ളത് ഞാൻ പറഞ്ഞു, ടോട്ടൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ്. റിഡോക്സ് റിയാക്ഷനൊക്കെ വരുമ്പോഴാണ് വ്യത്യാസം വരിക. നമുക്ക് അത്രയ്ക്കൊന്നും വേണ്ട. സോൾട്ട്, ആസിഡ് അല്ലെങ്കിൽ ബേസ്, ആ കേസ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ കൂടെ. എ സൊല്യൂഷൻ ഓഫ് KOH in water has a molarity of 7 and KOH content of 28%. Determine density of the solution. അപ്പോൾ എനിക്ക് മൊളാരിറ്റി തന്നിട്ടുണ്ട് 7 ആണെന്ന്. എന്നോട് ചോദിച്ചിരിക്കുന്നത് ഡെൻസിറ്റി ആണെന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അല്ല, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് മാസ് ഓഫ് സൊല്യൂഷനും കിട്ടണം, വോളിയം ഓഫ് സൊല്യൂഷനും കിട്ടണം. മാസ് ബൈ വോളിയം. ദെൻ KOH കണ്ടൻറ്റ് 28%. അപ്പോൾ നിങ്ങൾ ബേസിസ് എടുക്കുമ്പോൾ എനിക്ക് 100 എടുത്താൽ KOH എന്ത് കിട്ടും? 28 കിട്ടും. പക്ഷേ 100 എന്തെടുക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാസ് ബൈ വോളിയം ആണ് അല്ലേ? അപ്പോൾ എനിക്ക് വോളിയം കണ്ടുപിടിക്കുകയാണെങ്കിൽ ആരുപയോഗിക്കാം? മൊളാരിറ്റീനെ ഉപയോഗിക്കാം. കാരണം മൊളാരിറ്റി എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്ററാണ്. അപ്പോൾ മൊളാരിറ്റി വെച്ചിട്ട് എനിക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? വോളിയത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? ഒന്നുകിൽ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് മോളിക്കുലർ മാസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ എനിക്ക് സൊല്യൂഷൻ്റെയാണ് കിട്ടേണ്ടത്. ഇവിടെ കിടക്കുന്ന നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ആരാണ്? സൊല്യൂട്ടാണ്. അപ്പോൾ ഞാൻ ബേസിസ് എടുക്കുമ്പോൾ ഞാൻ എന്തെടുക്കുകയെന്ന് വെച്ചാൽ 100 മോൾ ഓഫ് സൊല്യൂഷന് പകരം എന്തെടുക്കുക? 100 കിലോഗ്രാം ഓഫ് സൊല്യൂഷൻ. ഈ ക്വസ്റ്റ്യനിൽ ഇത് 28% വെയിറ്റ് ആണോന്നോ മോൾസ് ആണോന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് മാസ് പെർസെൻറ്റേജ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെടുക്കുക? ബേസിസ് 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 28% ആരാണ്? KOH ആണ്. അപ്പോൾ മാസ് ഓഫ് KOH എന്ന് പറയുന്നത്, ഗിവൺ മാസ് ഓഫ് KOH എന്ന് പറയുന്നത് എന്തായിരിക്കും? 28 ഗ്രാം ആയിരിക്കും. ഞാൻ ബേസിസ് എടുത്തിരിക്കുന്നത് 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ ആണ്. 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. എനിക്ക് എയിം എന്താണെന്ന് വെച്ചാൽ മാസ് ഓഫ് KOH കിട്ടണം. ഇത് മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ മാസ് ഓഫ് സൊല്യൂഷൻ ഓൾറെഡി ആയി. എന്ത്? 100 ഗ്രാം. ഇനി എനിക്ക് എന്തിലേക്ക് പോയാൽ മതി? വോളിയം ഓഫ് സൊല്യൂഷനിലേക്ക് പോയാൽ മതി. അപ്പോൾ എനിക്ക് മൊളാരിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്താണ്? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ അല്ലേ? ഇത് വോളിയം ഓഫ് സൊല്യൂഷനാണ്. ഇനി സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് എനിക്ക് വേണ്ടത്. സോ 7 ഈക്വൽ ടു സൊല്യൂട്ട് ഞാൻ എടുത്തു. ഇപ്പോൾ ഗിവൺ മാസ് എത്രയുണ്ട്? 28 ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. KOH ആണ് 39 16 1 56 ഡിവൈഡഡ് ബൈ വോളിയം 28/56 എന്ന് വെച്ചാൽ 1/2 എന്ന് വെച്ചാൽ 0.5. സോ വോളിയം എന്ന് വെച്ചാൽ എന്ത് വരും? 0.5 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, വോളിയം ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 7. ഇത്രയും എന്താണ്? ലിറ്ററാണ്. സോ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്ത് വരും? മാസ് ഓഫ് സൊല്യൂഷൻ. എൻ്റെ സൊല്യൂഷൻ ഞാൻ ബേസിസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്ത്? 100 ഗ്രാം ഡിവൈഡഡ് ബൈ വോളിയം 0.5/7. നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. 7 മുകളിലേക്ക് പോകുമ്പോൾ 700 700/0.5 എന്ന് വെച്ചാൽ 700 × 2 1400. അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിച്ച് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ചെയ്യാനുള്ളൂ. ബേസിസ് 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. ദെൻ മാസ് ഓഫ് സൊല്യൂട്ട് വെച്ചിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ കണ്ടുപിടിക്കാം. ദെൻ ഡെൻസിറ്റി എന്ന് വെച്ചാൽ മാസ് ഓഫ് സൊല്യൂഷൻ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. മാസ് ഓഫ് സൊല്യൂഷൻ 100 ഗ്രാം. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം പെർ ലിറ്റർ ആണ്. ഇത് തന്നെയാണ് എന്ത്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കാരണം ഗ്രാമിനെ കിലോഗ്രാം ആക്കാനും 10⁻³ ആണ്. ലിറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കാനും 10⁻³ ആണ്. സോ ഡെൻസിറ്റി എന്ന് വെച്ചാൽ 1400 ഗ്രാം പെർ ലിറ്റർ അല്ലെങ്കിൽ 1400 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എന്താണ് എയിം അനുസരിച്ച് ബേസിസ് എടുക്കാം. ഇനി ഒന്നും തന്നില്ലെങ്കിൽ മൊളാരിറ്റി തന്നിട്ട് ചിലപ്പോൾ നോർമാലിറ്റി ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. മൊളാലിറ്റി ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ്
സൊല്യൂഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. എന്നാലേ എനിക്ക് കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ ചില കേസിൽ. സോ നിങ്ങളുടെ ഡാറ്റ അനുസരിച്ച് ആദ്യം ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ് മൊളാരിറ്റി, എന്താണ് നോർമാലിറ്റി, എന്താണ് മൊളാലിറ്റി. അപ്പോൾ എൻ്റെ റിക്വയർഡ് ഡാറ്റ അനുസരിച്ച് നിങ്ങൾ ബേസിസ് എടുക്കുക. അതല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി അതേപോലെ തന്നെ മാസ് ഓഫ് സൊല്യൂട്ടോ മാറി മാറി തന്നിട്ടുണ്ടാവും. മോളിക്കുലർ മാസ് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എലമെൻസിൻ്റെ തന്നിട്ടുണ്ട്. അത് വെച്ച് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് KOH കാർബൺ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ മോൾ കൺസെപ്റ്റിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് എലമെൻറ്റിൻ്റെ മാസ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. രണ്ടും ഒന്ന് നോക്കുക. മെയിനായിട്ട് ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് പ്രോബ്ലംസും കൂടെ നോക്കിയാൽ മതി, ക്ലിയർ ആയിക്കോളും. ഓക്കെ, താങ്ക് യു.